മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് നിക്കോ വില്യംസിന്റെ ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിക്കോ വില്യംസിന്റെ റീസെന്റ് പെർഫോമൻസ് ഒക്കെ നിങ്ങളൊക്കെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ആ സ്പെയിന് വേണ്ടി കളിച്ചപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ഒരു കംപ്ലീറ്റ് ത്രെട്ടായിട്ട് നിക്കോ വില്യംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാഴ്സലോണ പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി ഒഫീഷ്യലായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയേഴ്സിന്റെ സൈഡിൽ നിന്ന് കോണ്ടാക്ട് വന്നു കഴിഞ്ഞു, പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, 2-3 ടീമുകൾ പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. ബയേണിന് പുള്ളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആർസണലിന്റെ വാച്ച് ലിസ്റ്റിൽ നിക്കോ വില്യംസ് ഉണ്ട്. അപ്പോൾ ബാഴ്സലോണയുടെ സിറ്റുവേഷൻ നമുക്കറിയാം. അവിടെ FFP ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി ആർസണലിലേക്കോ അല്ലെങ്കിൽ ബയൺ മ്യൂണിച്ചിലേക്കോ പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. എന്തായാലും സമ്മർ വിൻഡോ കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബാഴ്സലോണയുടെ സൈഡിൽ നിന്നാണ്. അൻസു ഫാറ്റിയുടെ സിറ്റുവേഷൻ നമുക്കറിയാം. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് പ്ലെയർ ആയിരുന്നു. പക്ഷേ പുള്ളി എന്തുകൊണ്ടോ ബാഴ്സലോണയിൽ ക്ലച്ച് പിടിച്ചില്ല. ഇഞ്ചുറി വലിയൊരു സെറ്റ് ബാക്കിൻ്റെ ആയിരുന്നു. ഈ സീസണോടെ അൻസു ഫാറ്റി പോകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ AS മൊണോക്കോ ആയിട്ട് ഒരു ഡീലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു വാല്യുവേഷൻ്റെ ഡിഫറൻസ് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഡീലുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇനീഷ്യൽ ലോൺ, ഓപ്ഷൻ ടു ബൈ എന്നിങ്ങനെയുള്ള ക്ലോസുകളാണ് കോൺട്രാക്റ്റ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ഡാർവിൻ ന്യൂനേസിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി എന്തായാലും അടുത്ത സീസണിൽ ലിവർപൂളിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് പുള്ളി സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നു, സൂപ്പർ സബായിട്ട് കളിച്ചു. പക്ഷേ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് ന്യൂനസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സൗദി ലീഗ് ഒരുപാട് പേര് പുള്ളിയുടെ ഇൻട്രസ്റ്റുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നപ്പോളി പുള്ളിയെ ഒഫീഷ്യലായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സമ്മറോടെ ന്യൂനസ് ഒരു പുതിയ ക്ലബിലേക്ക് പോകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് കെയിൽ വാക്കറിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ കെയിൽ വാക്കർ AC മിലാനിൽ നിന്ന് പുറത്തു പോകുമോ അല്ലെങ്കിൽ AC മിലാനിൽ ലോണിലൂടെ നിൽക്കുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫെനർബാച്ചെ പുള്ളിയെ ലോണിലൂടെയോ അല്ലെങ്കിൽ സൈൻ ചെയ്യാനോ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മൗറീഞ്ഞോ അവിടെ ഉണ്ട്. പുള്ളി 1-2 പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ കെയിൽ വാക്കറുടെ സ്പീഡ് ഇപ്പോൾ നമുക്കറിയാം. EPL കളിക്കുമ്പോൾ പുള്ളിക്ക് പ്രശ്നമാണ്. പക്ഷേ മറ്റൊരു ലീഗൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ 1-2 വർഷമൊക്കെ പുള്ളിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കെയിൽ വാക്കറിന്റെ ന്യൂസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട റൂമർ വരുന്നത് യോക്കറേഷിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ സ്പോർട്ടിങ്ങിന്റെ പ്രസിഡന്റും യോക്കറേഷുമായിട്ട് ഒരു പൊരിഞ്ഞ അടി തന്നെ നടക്കുകയാണ്. പ്രസിഡന്റ് ആദ്യം ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു, പിന്നീട് ആ എമൗണ്ട് കൂട്ടി. ഇപ്പോൾ 100 ബില്യൺ പ്ലസ് ഒക്കെയാണ് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫർ ഫീക്കായിട്ട് ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളമാണെന്ന് യോക്കറേഷ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ വാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സമ്മറിൽ പുള്ളിക്ക് പുറത്തു പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും യോക്കറേഷിന് വേണ്ടിയിട്ട് പല ആൾക്കാരും വെയിറ്റ് ചെയ്യുകയാണ്. ഫീസ് ഇങ്ങനെ കൂടിക്കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ ടാർഗറ്റ് ലൊക്കേഷൻ ലിമിറ്റഡ് ആയി പോകും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ് മറ്റൊരു ന്യൂസ് വരുന്നത്. ഇപ്പൊ സ്പേഴ്സ് 1-2 പ്ലേയേഴ്സിൽ ഇൻട്രസ്റ്റ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ തോമസ് ഫ്രാങ്ക് വന്നതിന് ശേഷം ബ്രെൻഫോർഡ് തമ്മിലുള്ള എംബുമോ യുണൈറ്റഡിലേക്ക് പോകുമോ അല്ലെങ്കിൽ തോമസ് ഫ്രാങ്ക് പുള്ളിയെ സ്പേഴ്സിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു റൂമറൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എംബുമോ യുണൈറ്റഡുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞു. പുള്ളിക്ക് യുണൈറ്റഡ് ആണ് താല്പര്യം എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫ്രാങ്കും പുള്ളിയായിട്ടുള്ള ഒരു പേഴ്സണൽ സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പേഴ്സിലേക്ക് വന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.